ഭക്തജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ ക്ഷേമാനന്ദനാഥ് മഹാരാജ് അഗോരി ബാബാജി. ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരു സൂപ്പർ പവറുള്ള ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് അവിടുത്തെ ദൃശ്യം കാണിച്ചു തരുവാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യം കണ്ട് ആസ്വദിച്ചു വരാം. അവിടുത്തെ ഭാരവാഹികളിൽ നിന്നും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സ്നേഹപൂർവം ആചാര്യൻ ശ്രീ അഗോരി ബാബാജി നിങ്ങളെ ഈ കാഴ്ചകളിലേക്ക് ക്ഷണിക്കുകയാണ്. പേര് ശ്രീദീപാണ്. എവിടെ എന്താ ജോലി? ഞാനിവിടെ ക്ഷേത്രത്തിൽ താൽക്കാലികമായിട്ട് എടുക്കുന്നില്ല. കുറേ വർഷമായ? ഒരു വർഷത്തിൽ. എവിടെ സ്ഥലം? എവിടെയാണ് സ്ഥലം? ഇവിടെ തന്നെ വെള്ളച്ചാട്ടല്ലേ? ഭഗവാന്റെ പാദത്തിലിരിക്കുന്നു. രാവിലെ വൈകുന്നേരം എത്ര മണിക്ക് മുന്നേ നട തുറക്കുക ഇവിടെ? രാവിലെ 5 മണി. പിന്നെ വൈകിട്ട് ഉച്ച 1 മണി വരെ. രാവിലെ 5 മണിക്ക് തുറന്നിട്ട് എത്ര മണിക്ക് അടക്കുക? ഉച്ച 1 മണിക്ക് അടക്കും. 1 മണിക്ക് അടക്കും അല്ലേ? വൈകുന്നേരം 5 മണി മുതൽ പിന്നെ രാത്രി 8 മണി നടത്തുന്നുണ്ട്. അതിന് പിന്നെ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ സഹകരണങ്ങളും എല്ലാവരും ഭക്തജനങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അന്നദാനം ഉണ്ടോ? അന്നദാനം നടക്കാറുണ്ട്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് നിർത്തിവെച്ചു. ഇവിടുത്തെ പിന്നെ ഉത്സവം എപ്പോൾ വരുന്നത്? ഉത്സവം ഡിസംബർ ലാസ്റ്റ് ദിവസങ്ങളിലാണ് വരിക. എത്ര ദിവസത്തെ? പൂജ, പിന്നെ ഏറ്റവും വലിയ നിറമാലയാണ്. വിശദ വിവരങ്ങൾക്ക് നിങ്ങളെ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കും അല്ലേ? അല്ലെങ്കിൽ ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മോനുണ്ടാവും അല്ലേ?
ഇതിലെ അജിത് വിശ്രാമം ആ അവിടെ ഉണ്ടാവും അല്ലേ? ഇത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ. അതെ അതെ. മഹാഗുരുവിന് പ്രണാമം. ഞാൻ ഇപ്പോൾ ഉള്ളത് സംഗീത ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലാണ്. ധാരാളം പുരസ്കാരങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത് കാണാം. അതിപുരാതന കാലം മുതലേ ഉള്ള ശിലകളെ പോലെ തന്നെയാണ് ഈ കാണുന്ന കാഴ്ചകൾ. അത്രയധികം പുരസ്കാരങ്ങൾ അദ്ദേഹം ഈ ക്ഷേത്ര നിർമ്മാണത്തിലായി വാരിക്കൂട്ടിയിരിക്കുന്നു. ധാരാളം കലാകാരികളും കലാകാരന്മാരെയും എന്നാൽ ഞാൻ ഇനി ഈ ക്ഷേത്രത്തിൻ്റെ, ഈ മഹാസംഗീത ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഹനുമാൻ സ്വാമി വാലുകൊണ്ട് അടിച്ചുണ്ടാക്കിയ ആ മഹാകുളം, ആ ചിറ നമുക്ക് കാണാം. അവിടത്തേക്കാണ് ഇനി എൻ്റെ യാത്ര. നിങ്ങളെ കൈപിടിച്ച് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. വരൂ, നമുക്ക് ആ കാഴ്ച കണ്ടുവരാം. ഇതാണ് ഹനുമാൻ സ്വാമി വാലുകൊണ്ട് അടിച്ചുണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ആ ചിറ. ഒരിക്കലും ഇവിടുത്തെ ജലം വറ്റാറില്ല. ധാരാളം കുഞ്ഞുങ്ങൾ ഇവിടുന്ന് നീന്തൽ പഠിച്ച് ഒളിമ്പിക്സിലൊക്കെ പോയിട്ടുണ്ട്. ഉയർന്ന നിലയിൽ അവർ വലിയ സ്ഥാനത്ത് അവർ എത്തിയിട്ടുമുണ്ട്. ഇവിടുത്തെ ദേശവാസികളുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും ദേവസ്വം ബോർഡിൻ്റെയും അതീവ പ്രയത്നം കൊണ്ടാണ് ഈ ദേശത്ത് ഒരു മഹാക്ഷേത്രം പണിയാനും അതിൻ്റെ ഞങ്ങളെപ്പോലുള്ള എല്ലാവർക്കും ആസ്വദിക്കാനും അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഓരോ വാക്കുകൾക്ക് വേണ്ടി ഞാൻ ചിന്തിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. അതീവ സുന്ദരം എന്ന് വെച്ചാൽ അതീവ സുന്ദരം. ധാരാളം കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് കുളിക്കുന്നത് കാണാം. മുതിർന്നവരും ഉണ്ട്. താൽക്കാലികമായി ഇവിടുത്തെ കാഴ്ച ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ഷേത്ര കാഴ്ചയുമായി കാണും വരെ സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി. നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ താൽക്കാലികമായി ഇവിടുന്ന് വിട പറയുകയാണ്. ഞങ്ങൾ വന്നത് അറിഞ്ഞിട്ട് ധാരാളം ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാമരിഷ്ടം വാതാത്മജം വാനരയുദ്ധമുഖ്യം ശ്രീരാമദൂതം ശിരസാൽ സ്മരാമി. ആ ശ്രീരാമസ്വാമിയുടെ പരമഭക്തനെ ഞാൻ ശിരസിൽ വെച്ച് സ്മരിക്കുന്നു. നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ താൽക്കാലികമായി നിങ്ങളോട് വിട പറയുകയാണ്. അടുത്ത ക്ഷേത്ര കാഴ്ചയുമായി നമുക്ക് കാണും വരെ. അടുത്ത ക്ഷേത്രം നമുക്ക് മിക്കവാറും പെരുവളശ്ശേരി എന്ന ദേശത്ത് നമുക്ക് പോകാം.
അവിടെയും സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട്. അവിടെയാണ് ഇവിടുത്തെ ആഞ്ജനേയൻ ആദ്യമായിട്ട് വന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ പറ്റുമെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം.